നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും? 3000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുമോ? വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്താണ്? പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തുടങ്ങിയ എല്ലാ പ്രധാന വിവരങ്ങളും നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ സാമൂഹിക ക്ഷേമ സുരക്ഷാ പെൻഷനുകൾ അത് വലിയ ആശ്വാസമാണ്. ഓരോ മാസവും ലഭിക്കുന്ന ഈ തുകയാണ് പല കുടുംബങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ്. നിലവിൽ സംസ്ഥാനത്ത് ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 2000 രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പുതിയ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന വാഗ്ദാനം ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പെൻഷൻ വർധനവിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവിനായാണ്. ഇതുവരെ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്ന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നും ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നുമാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ വർധനവ് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇനി ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ കുറിച്ച് നോക്കാം. കഴിഞ്ഞ മാസം മെയ് മാസത്തെ പെൻഷൻ വിതരണം മെയ് 25-ന് ശേഷമാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികളും സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ. ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ മാസം അവസാന ആഴ്ചയിൽ വിതരണം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനുള്ള സമയപരിധി 2026 ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. ഇതുവരെ രേഖകൾ സമർപ്പിക്കാത്തവർ നിർബന്ധമായും സമയപരിധിക്കുള്ളിൽ അത് പൂർത്തിയാക്കണം. പല ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങുന്നതിന്റെ പ്രധാന കാരണം രേഖകൾ പുതുക്കാത്തതാണ്. അതിനാൽ പഞ്ചായത്തോ നഗരസഭയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആവശ്യമായ രേഖകൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പെൻഷൻ വിതരണം സാധാരണയായി 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്നാമതായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക ക്രെഡിറ്റ് ചെയ്യുന്നു. രണ്ടാമതായി സഹകരണ ബാങ്കുകൾ മുഖേന വീട്ടിലേക്ക് തുക കൈമാറുന്ന സംവിധാനവും നിലവിലുണ്ട്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോർട്ടലിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകളിലൂടെയോ വിവരങ്ങൾ അറിയാൻ സാധിക്കും. നിങ്ങളുടെ അപേക്ഷയുടെ നില, വിതരണം ചെയ്ത തീയതി, മറ്റു വിവരങ്ങൾ എന്നിവ അവിടെ ലഭ്യമാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് കുടിശ്ശിക പെൻഷൻ ലഭിക്കുമോ എന്നത്. നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുടിശ്ശിക സംബന്ധിച്ച പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. ജൂൺ മാസത്തിൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഒന്നാമതായി വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ജൂൺ 30-നകം സമർപ്പിക്കുക. രണ്ടാമതായി ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കുക. മൂന്നാമതായി ആധാർ, ബാങ്ക് വിവരങ്ങൾ എന്നിവയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഉടൻ അപ്ഡേറ്റ് ചെയ്യുക. നാലാമതായി പെൻഷൻ വർധനയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണവും പെൻഷൻ വർധനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ അറിയിപ്പുകൾ വന്നാൽ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അതിനാൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.